കുറച്ചു കാലമായി സമസ്തയിൽ കുറേ പിത്തിനും ഫസാദൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് തൽപര കക്ഷികൾ സമുദായത്തിൻ്റെ കുളം കലക്കാൻ രംഗത്തിറങ്ങി. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവും. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയും എന്തിൻ്റെ മുന്നിൽ, അതിന് ഗീബത്ത് നമീമത്തൊക്കെ ആകാമെന്നാണ് അവരുടെ മസാല. എത്രയോ നിരപരാധികളായ ആളുകളുടെ ഗീബത്ത് നമീമത്ത് പച്ച ഇറച്ചി തിന്നൽ ഒക്കെയാണ് അവരുടെ പണി. ഇബ്ലീസിന്റെ സഹായം അവർക്കും ഉണ്ടാവും. 100 കൊല്ലമായി കേരളത്തിൽ ഇത്ര സുഭദ്രമായ ഒരു സംവിധാനം നിലനിൽക്കുന്ന തകർക്കണമെന്ന് എന്നും ഇബ്ലീസിന് ആഗ്രഹമാണ്. രാവിലെ ഇബ്ലീസ് ഇറങ്ങിയാൽ അതിന് അജണ്ട വെച്ചു, പലപ്പോഴും പരാജയപ്പെടും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1926 രൂപീകൃതമായി. അതിന് ചരിത്രം പ്രസിദ്ധമാണ്, അതുകൊണ്ട് ഞാനിവിടെ പറയണില്ല. ആദ്യത്തെ 25 കൊല്ലം ആലിമീങ്ങൾ ദുന്യാവിൻ്റെ നാട്ടിൻ്റെ നാനാഭാഗത്തും നടന്ന് വഅദ് പറഞ്ഞ് പ്രസംഗിച്ച് യോഗം ചേർന്ന് സമ്മേളനം നടത്തിയിട്ടൊക്കെയാണ് ജനങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചത്, ജനങ്ങളെ മതബോധമുള്ളവരാക്കിയത്. വഅദുകളിലൂടെ സമുദായത്തിലെ ബഹുജനങ്ങളെയും സ്ത്രീജനങ്ങളെയും യുവജനങ്ങളെയും ഒക്കെ പ്രബുദ്ധരാക്കിയത്. അന്ന് വഅദ് പറയൽ ഇന്നത്തെ മാതിരിയല്ല. 2 ആഴ്ച 4 ആഴ്ച 1.5 മാസം 60 ദിവസം വഅദ്. ദീനിൻ്റെ സിദ്ധാന്തങ്ങൾ ഓരോ ഉസ്താദ് തന്നെയാണ് പറയുക മിക്കവാറും. അങ്ങനെ അവർ യൂണിവേഴ്സിറ്റിയിലും കോളേജിലൊന്നും പോയിട്ടില്ലെങ്കിലും ദീനിനെ സംബന്ധിച്ച് ശരിയായ ബോധമുള്ളവരായി സമുദായത്തിൻ്റെ സർവ്വതലങ്ങളിലും. സ്ത്രീ വിഭാഗം മോശമായിരുന്നില്ല, നല്ല പരിജ്ഞാനമായിരുന്നു അവർക്ക് ഇസ്ലാമിന്. പിന്നെ 1951 മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു അവരുകൾ 5 കൊല്ലം മുമ്പ് ഒരു സൂചന നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ തുടങ്ങി. 1945 ബാഫഖി തങ്ങൾ പറഞ്ഞു, ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടാൻ പോവുകയാണ്. സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സർക്കാർ സ്കൂളുകളിൽ ഓത്തുപള്ളി മദ്രസ നടത്തുന്നത് പോലെ പിന്നെ നടത്താൻ കഴിയില്ല. ഒരു സ്വതന്ത്ര രാജ്യത്ത് ഒരു മതത്തിന് മാത്രം വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം. തങ്ങളത് പറഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി. 47 ഓഗസ്റ്റ് 48, 49, 50 3 കൊല്ലം കഴിഞ്ഞപ്പോൾ